RCB SRH മാച്ചിൽ ഫിൽസോൾട്ട് എടുത്ത ക്യാച്ച് റോപ്പിൽ തട്ടിയില്ലേ, അമ്പയർ തിടുക്കം കാണിച്ചോ, എല്ലാ ഫ്രെയിമും നോക്കിയില്ലേ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. സൺറൈസേഴ്സിന്റെ പ്രധാന ബാറ്റർമാരിൽ ഒരാളായ ക്ലാസിന്റെ വിക്കറ്റാണ് അവിടെ വീണത്. പക്ഷേ സോൾട്ട് ക്യാച്ച് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം ബൗണ്ടറി കുഷനിൽ തട്ടിയോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പിന്നീട് തേർഡ് അമ്പയർ ചെക്ക് ചെയ്ത് അവിടെ ഔട്ട് കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഉയർന്നത് പ്രധാനമായും ഈ ചോദ്യങ്ങളാണ്. അമ്പയർ എല്ലാ ആംഗിളും നോക്കിയില്ലേ? അമ്പയർക്ക് എല്ലാ ആംഗിളുകളും ബ്രോഡ്കാസ്റ്റർ നൽകിയില്ലേ? തിടുക്കത്തിൽ തീരുമാനമെടുത്തോ? സംശയത്തിന്റെ ആനുകൂല്യം ബാറ്റർക്ക് ലഭിക്കേണ്ടേ? ഇത് വിശദമാക്കാം. IPL സ്മാർട്ട് റിപ്ലൈ എന്ന സംവിധാനമാണ് തേർഡ് അമ്പയർ ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് 4 ഹൈ റെസൊല്യൂഷൻ സ്ക്രീനുകളാണ്. ആ സ്ക്രീനുകളിൽ സ്പ്ലിറ്റ് സ്ക്രീനായും കാണാൻ സാധിക്കും. ഏത് ആംഗിളിൽ നിന്നും ഏത് നിമിഷവും ഏത് ഭാഗവും 4K ക്വാളിറ്റിയിൽ കാണാൻ സാധിക്കുന്ന വിധമാണ് അമ്പയർക്ക് അവിടെ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഒറ്റ സ്ക്രീനിൽ മാറി മാറി കാണുന്നതല്ല അമ്പയർ അവിടെ കാണുന്നത്. അദ്ദേഹത്തിന് ഡയറക്ടറോട് ആവശ്യപ്പെട്ട് ആ ഫുട്ടേജുകൾ ഈ 4 സ്ക്രീനിലും പരസ്പരം കമ്പയർ ചെയ്ത് ഒരേ സമയം കാണാൻ സാധിക്കും. മാത്രമല്ല ബ്രോഡ്കാസ്റ്റിംഗ് എസ്തെറ്റിക്സ് നിലനിർത്താൻ വേണ്ടി ഈ വർണ്ണശബളമായ ലീഗ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ പൊതുജനത്തിനെ കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്ന ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ മാത്രമേ ലൈവിലേക്ക് എയർ ചെയ്യപ്പെടുകയുള്ളൂ. അതായത് നമ്മൾ കാണുന്നത് മാത്രമേ അമ്പയർ കാണുന്നുള്ളൂ എന്നുള്ള വിശ്വാസം മാറ്റിവെച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സ്ക്രീനിൽ മാത്രം ഇരുന്ന് കാണുന്നത് പോലെയല്ല ആ പരിസരങ്ങൾ നേരിട്ട് അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള അമ്പയർ അത് സ്ക്രീനിൽ കാണുമ്പോൾ അയാൾക്ക് അത് കുറച്ചുകൂടെ സാമാന്യ ബോധത്തോടെ അനലൈസ് ചെയ്യാൻ സാധിക്കും. അമ്പയർ തിടുക്കത്തിൽ തീരുമാനമെടുത്തോ എന്നാണ് അടുത്ത ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ അയാൾക്ക് പൂർണ്ണമായും ബോധ്യമാവുന്ന സമയം വരെയാണ് അയാൾ നോക്കുന്നത്. കാണുന്ന എല്ലാവർക്കും ബോധ്യമാവട്ടെ എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ഒരുപാട് സമയം കളയേണ്ടതില്ല. സംശയത്തിന്റെ ആനുകൂല്യം ബാറ്റർക്ക് കൊടുക്കേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കൊടുക്കണം. പക്ഷേ സംശയം ഉണ്ടെങ്കിലല്ലേ അത് കൊടുക്കേണ്ടതുള്ളൂ. സോൾട്ടിന്റെ ക്യാച്ച് നോക്കിയാൽ ഒരു തവണ സ്പ്ലിറ്റ് സ്ക്രീനിൽ പുറകിൽ നിന്നുള്ള ഗ്യാപ്പ് നന്നായി കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ടേജും വന്നിരുന്നു. പക്ഷേ അത് ലൈവിൽ ഒരുപാട് നേരം ഉണ്ടായിരുന്നില്ല താനും. അമ്പയർ അത് ആവശ്യത്തിലധികം നേരം കാണുകയും ചെയ്തു. ഇത്രയും സംവിധാനങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് നമ്മളിൽ പലരും മൊബൈലിൽ ഡാറ്റ സേവിംഗ് മോഡൊക്കെ ഓൺ ചെയ്ത് ബ്രോഡ്കാസ്റ്റർ തരുന്ന ഫുട്ടേജ് കണ്ടുകൊണ്ട് അമ്പയർക്ക് മാർക്ക് ഇടുന്നത്. ഈ കുറച്ച് തുക്കട ഫാൻസിന്റെ വിചാരം തെറ്റായ തീരുമാനമെടുത്താൽ ടീമുകൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണോ? അവിടെ സഹസ്ര കോടികൾ ഓരോ ടീമിലും നിക്ഷേപിച്ചിരിക്കുന്ന കോടീശ്വരന്മാരില്ലേ? അധികൃതർ ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലാതെ ഫാൻസ് ഉത്തരം താങ്ങുന്നത് തങ്ങളാണെന്നുള്ള പല്ലിയുടെ ഭാവം വിടണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് 2 കാര്യങ്ങളിൽ വളരെ സന്തോഷമുണ്ട്. ഒന്ന്, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു മുംബൈ ഇന്ത്യൻസ് ഫാൻ ആണെന്ന് അറിയാവുന്നവരാണ് ഇവിടെ അധികവും. അറിയാത്തവർ ഇപ്പോൾ അറിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ചാപ്പകളില്ലാത്ത ഒരു കമന്റ് ബോക്സ് എനിക്ക് പ്രതീക്ഷിക്കാം. 2, ഈ ക്യാച്ച് മുംബൈ ഫീൽഡ് ചെയ്തപ്പോഴല്ല സംഭവിച്ചത് എന്നതാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 2027 മാർച്ച് വരെയെങ്കിലും ഈ ക്യാച്ച് നിർത്താതെ ചർച്ചാ വിഷയമായേനെ. കൂടാതെ അമ്പയറെ വാങ്ങി അംബാനി, കോഴ ഇങ്ങനെയുള്ള നിലവിളികളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞേനെ. ഇതിന്റെ ഇടയിൽ കൂടെ മുംബൈ മാച്ചിലെ തീരുമാനങ്ങൾ ന്യായീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴല്ല, അതൊക്കെ അപ്പോൾ തന്നെ കാര്യകാരണ സഹിതം ഞാനിവിടെ ന്യായീകരിക്കുകയും ബോധമുള്ളവർക്കൊക്കെ അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ എഴുതും.